नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 10 के इकाई 1 बीर बहूटी के बारे में पढ़ेंगे. ബീർ ബഹൂട്ടി ഒരു രസകരമായ കഥയാണ്. രണ്ട് കുട്ടികൾ ബേല, സാഹിൽ അവരുടെ കഥയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സൗഹൃദത്തിൻ്റെ കഥ എന്ന് നമുക്ക് പറയാം. ഒരുമിച്ച് സ്കൂളിൽ പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പിന്നെ അവസാനം 5ാം ക്ലാസ്സിലാകുമ്പം അവർക്ക് രണ്ടാൾക്കും വേറെ വേറെ സ്കൂളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു കഥയാണ്. സിമ്പിളായിട്ടുള്ളൊരു കഥ, പക്ഷെ കേട്ടിരിക്കാനും പഠിക്കാനും നല്ല രസമുള്ളൊരു കഥയാണ്. ബീർ ബഹൂട്ടി എന്ന ഈ കഥ എഴുതിയിട്ടുള്ളത് ഒരു യുവകവി ശ്രീ പ്രഭാതാണ്. അദ്ദേഹം ജനിച്ചത് രാജസ്ഥാനിൽ കരൗലി എന്നൊരു സ്ഥലത്താണ്. 1072 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടാണ്ട് നല്ലൊരു കവിയും കൂടിയാണ്. കാസിബായ്, പാനി കി ഗാഡിയുമേ, ജൂസ്താ രഹ ജാത്താ രഹ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ രചനകൾ. നമ്മൾക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. ബീർ ബഹൂട്ടി. ബാദൽ ബഹുത് ബരസ് ലിയേ ഥേ. മേഘങ്ങൾ നന്നായി പെയ്തിരുന്നു, എന്നാൽ മഴ നന്നായി പെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഫിർ ഭി ബഹുത് സാരാ പാനി ഉൻമേ ബച്ചാ ഹുവാ ഥാ. ഇത്രയൊക്കെ മഴ പെയ്തിട്ടും നമുക്ക് മേഘങ്ങൾ കാണുമ്പോൾ എന്തായിരുന്നു, ഇനിയും നന്നായി മഴ പെയ്യാനുള്ളൊരു സ്കോപ്പ് ഉണ്ട് എന്നാണ് നമുക്ക് ആ മേഘങ്ങൾ കണ്ടാൽ തോന്നുന്നത്. ഇനിയും മഴ പെയ്യാൻ ചാൻസസ് ഉണ്ട്. വേ ഖേത്തോ ജംഗലോ കെ ഊപ്പർ ഛായേ ഹുവേ ഥേ. ഈ നമ്മുടെ മേഘം എവിടെയായിരുന്നു നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു? വയലുകൾ. ഖേത്ത് എന്ന് പറഞ്ഞാൽ വയലുകൾ, ജംഗൽ എന്ന് പറഞ്ഞാൽ വനങ്ങൾ. അവിടെ മുകളിലാണ് ഇത് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. സാര ആകാശ് മേഘോ സെ ഭരാ ഥാ. നമ്മുടെ ആകാശം നിറച്ചും മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. മേഘോ കി ഛായാओं में गीली हवाएं इधर उधर घूम रही थी. മഴക്കാലത്തുള്ള സമയത്ത് ആ ഒരു കാറ്റ്, നമുക്ക് നല്ലൊരു തണുത്ത കാറ്റില്ലേ മഴക്കാലത്തൊക്കെ ഒരു ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറുള്ളൊരു കാറ്റ് പോലെ. അപ്പോൾ ആ കാറ്റാണ് നല്ല തണുത്ത, അല്ലെങ്കിൽ ആ വെള്ളം കുറച്ചുള്ള ഒരു മോയ്സ്ചർ പോലെയുള്ള ഒരു കാറ്റ് അവിടെ ഇവിടെ ഇങ്ങനെ പറന്നിങ്ങനെ നടക്കണ പോലെ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പേടോക്കെ തനി അഭിബി ഗേലേ ഥേ. മരങ്ങളുടെ എന്തായിരുന്നു? തനി എന്ന് പറഞ്ഞാൽ സ്റ്റെം. അത് ഇപ്പോഴും തണ്ട് ഇപ്പോഴും നല്ല ഇങ്ങനെ നനഞ്ഞിരിക്കുകയായിരുന്നു. മൂംഗ്ഫലിയോ കെ ഹരേ ഖേത്തോ മേ പീലെ ഫൂൽ അഭി ഭി ഖിലേ ഥേ. മൂംഗ്ഫലി എന്ന് പറഞ്ഞാൽ നിലക്കടല അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട്. അതിൻ്റെ വയലുകളിൽ എന്തായിരുന്നു? ആ മഞ്ഞപ്പൂക്കളിൽ ഇപ്പോഴും എന്തായിരുന്നു? ആ മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും നനഞ്ഞിരിക്കുകയായിരുന്നു. ഖേത്തോ മേ ഛോട്ടാ ഛോട്ടാ ബാജറ ഉഗാ ഥാ. നമ്മുടെ വയലുകളിൽ ചെറിയ കുഞ്ഞ് മില്ലറ്റ്, ബാജ്ര എന്ന് പറഞ്ഞാൽ മില്ലറ്റ് ആയിരുന്നു, അങ്ങനെ ഗ്രോ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ബാജ്രെ കെ ലംബെ പതലെ പാത്തോ മേ പാനി കെ ബൂന്ദേ അട്കി ഹുയി ഥി. അപ്പോൾ ആ ബാജ്രയുടെ ഭയങ്കര കനമില്ലാത്ത നല്ല നൈസ് തിന്നായിട്ടുള്ള ഇലകളിൽ എന്തായിരുന്നു? ബൂന്ത് എന്ന് പറഞ്ഞാൽ മഴത്തുള്ളികൾ ഇപ്പോഴും അതിൽ കുടുങ്ങി നിൽക്കുന്ന പോലെയാണ് തോന്നിയിരുന്നത്. बारिश की हवा में गीली खेतों और बारिश की हरियाली की सुगंध घुली हुई थी. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയത്ത് ഈ നല്ല വയലുകളുടെ അവിടെയൊക്കെ, ഫാമിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു നനഞ്ഞ മണ്ണിൻ്റെ ഒരു മണം, ആ ഒരു സുഗന്ധം, കൂടാണ്ട് തന്നെ ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു പ്രത്യേകമായൊരു സുഗന്ധം ഉണ്ടാവും. അപ്പോൾ ആ സുഗന്ധമൊക്കെ ആയിരുന്നു ആ കാറ്റിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരുന്നത്. ഉൻഹേ बीर बहूटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. അവർക്ക് ബീർ ബഹൂട്ടിയെ കാണണമായിരുന്നു. അത് കാരണം എന്താ അവർ ചെയ്യുക? സ്കൂളിലേക്ക് പോകാൻ കുറച്ച് മുന്നേ തന്നെ വീട്ടിൽ നിന്ന് അവർ പുറപ്പെടും. കസ്ബെ സെ സटे इन खेतों में बीर ബഹൂട്ടിയ ഹോജാ കർത്തേ ഥേ. കസ്ബ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നഗരമാണ്. അപ്പോൾ അതിൻ്റെ സട്ടേ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തായി. അപ്പോൾ ആ ചെറിയൊരു നഗരത്തിന് തൊട്ടടുത്തായിട്ട് ഈ ബീർ ബഹൂട്ടിയനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വയലുകളിലേക്ക് ഈ കുട്ടികൾ വരുന്നത്. സുർഖ് മുലായം ഗദ്ഗദി ബീർ ബഹൂട്ടിയ. ഈ ബീർ ബഹൂട്ടിൻ്റെ ഒരു കളറ് കണ്ടിട്ടില്ലേ? നമുക്കത് ചിത്രത്തിൽ തന്നെ കാണാം, രക്തത്തിൻ്റെ ഒരു കളറ്. അപ്പം അങ്ങനത്തെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഈ ബീർ ബഹൂട്ടി.
ധർത്തി പർ ചൽത്തി ഫിർത്തി ഉൻകി പ്യാരി പ്യാരി ബൂന്ദേ. അപ്പോൾ ഇവർ നടക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? ഈ നമ്മുടെ ഭൂമിയിൽ ചെറിയ ചെറിയ രക്തത്തിൻ്റെ ബൂന്ത് എന്ന് പറഞ്ഞാൽ ഡ്രോപ്സ് ഇല്ലേ, അതിങ്ങനെ നടന്നു പോകുന്ന പോലെയാണ്. നല്ല മനോഹരമായിട്ടുള്ള ആയിട്ടാണ് നമ്മൾക്ക് തോന്നുന്നത്. ഉൻകെ ബസ്തേ ഉൻകി പീഠ് പർ ലദേ ഹോത്തേ ഥേ കന്ധോ പർ ടംഗേ ഹോത്തേ ഥേ. അപ്പോൾ അവർ എന്താണ് ബാഗ് കണ്ട നമുക്ക് ചിത്രത്തിൽ തന്നെ കാണാം. ഒരു ബാഗിൽ എന്താണ് അവരുടെ സ്കൂൾ ബാഗാണ് അവരിങ്ങനെ ഇട്ടിട്ട് കൊണ്ടുവരിക. ബാഗിൽ തോളത്ത് ഇട്ടിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. വഹ് ഏക് ദൂസരെ കെ ബഹുത് നസ്ദീക് റഹ്കർ ബൽക്കി കഹനാ ചാഹിയെ ബിൽക്കുൽ സട്ട് കർ ബീർ ബഹൂട്ടിയം ഖോജ്തേ ഥേ. എങ്ങനെയാണ് അവർ രണ്ടാളും ഇരിക്കുക? ഭയങ്കര അടുത്തിരുന്നിട്ട്, അല്ലെങ്കിൽ അടുത്ത് എന്നല്ല പറയുക ശരിക്കും, അവർ ഭയങ്കര അടുത്ത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ഇരുന്നിട്ടാണ് രണ്ടാളും അവിടെ ഇരുന്നിട്ട് ഈ ബീർ ബഹൂട്ടിയെ തെരഞ്ഞിരുന്നത്. ഉൻഹെ ദേഖ്നെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി ജമീൻ പർ ബാറ്റ് ജായ കർത്തേ ഥേ. അപ്പോൾ അവർ ആ ബീർ ബഹൂട്ടിനെ കാണാൻ വേണ്ടിയിട്ട് എവിടെ ഇരിക്കുന്നത്? ആ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചെളിയുള്ള ഒരു മണ്ണില്ലേ, അവിടെ പോയിട്ട് ഇരുന്നിട്ടാണ് ഈ ബീർ ബഹൂട്ടിനെ തെരഞ്ഞു നോക്കുന്നത്. बेला देखो इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है, സാഹിൽ ने कहा. ആൺകുട്ടിയുടെ പേരാണ് സാഹിൽ. സാഹിൽ ബേലോട് എന്താ പറയുന്നത്? പെൺകുട്ടിയുടെ പേര് ബേല. സാഹിൽ ബേലോട് പറയാ, ബേല നോക്കൂ, ആ ബീർ ബഹൂട്ടിയുടെ കളർ എങ്ങനെയുണ്ട്? നീ തലയിൽ കെട്ടിയ റിബന്റെ കളർ പോലെ തന്നെയുണ്ട്. തുമ്നെ കുച്ച് സുന ബേല, നീ എന്തെങ്കിലും കേട്ടാ ബേല? ഹാ സുന, പെഹലി ഗണ്ടി ലഗ് ഗയി ഹെ. എന്താ ബേല തിരിച്ചു പറയുന്നത്? ഞാൻ കേട്ടു, ആദ്യത്തെ മണി, സ്കൂളിൽ ആദ്യത്തെ മണി അടിച്ചു കഴിഞ്ഞു. ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഭി ഭർവാനി ഹെ ദുകാൻ സെ. പക്ഷെ എന്താ പറയുന്നത്? പക്ഷേ എനിക്ക് എൻ്റെ പെന്നിൽ ഇങ്കും നിറപ്പിക്കണം. അടുത്ത കടയിൽ പോയിട്ട് എൻ്റെ പെന്നിൽ ഇങ്കൊന്നുമില്ല, അതും കൂടി നിറപ്പിക്കണം എന്നാണ് പറയുന്നത്. 1981 का साल. ഏത് വർഷത്തെയാണ് ഈ ഒരു കഥ പറയുന്നത്? 1981. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിൽ ജയ്പൂരിൻ്റെ അടുത്ത ഒരു ഫുലേര ജംഗ്ഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആ ഫുലേര ജംഗ്ഷന് പറയുന്നത്? വണ്ടികളും പിന്നെ ചരക്ക് വണ്ടികളും നിറഞ്ഞ്, എപ്പോഴും അവിടെ ഇങ്ങനെ ഒരു നിറഞ്ഞിരിക്കുന്ന തിരക്കുള്ളൊരു സ്ഥലത്തെ കുറിച്ചിട്ടാണ് ഈ ഫുലേര ജംഗ്ഷൻ ആണ് അതിനെ കുറിച്ചാണ് പറയുന്നത്. കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ്കലിയ. കസ്ബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ നഗരം. അതിലെങ്ങനെയാണ്? ഭയങ്കര ശൂന്യമായിട്ടുള്ള സ്ട്രീറ്റ്സ് ആണ്. ഗലി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ്സ്. ഗലിയോമേ ഖാമോഷ് ഖഡേ ബിജ്ലി കെ ഖംബെ. അപ്പോൾ ആ സ്ട്രീറ്റ്സിൽ എങ്ങനെയാണ്? തീരെ ഒരു നിശബ്ദതയോട് കൂടി നിൽക്കുന്ന കുറേ ഇലക്ട്രിക്കൽ പോൾ. ഖംബോं के बीच खींची तारों की कतारें. ഈ ഇലക്ട്രിക്കൽ പോൾ, രണ്ട് ഇലക്ട്രിക്കൽ പോളിൻ്റെ മുന്നടിയിൽ നമ്മൾ കണ്ടില്ലേ കുറേ ലൈൻസ്, ഇലക്ട്രിക്കൽ ലൈൻസ് ഇങ്ങനെ പോകുന്നത്. ആ ലൈൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇൻ ഗലിയോ മേ ജഹാ തഹാ ദിഖായി പടത്തെ മീഠി ഘണ്ടിയ ബജാത്തെ ഫേരിയെ വാലി. ഈ ഇത്രയും ശാന്തമായി നിൽക്കുന്ന ഈ സ്ട്രീറ്റ്സിൻ്റെ ഇടയിൽ നമ്മൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ വഴി കൂടെ ഈ സൈക്കിളിലൊക്കെ മണിയടിച്ചിട്ട് പോകില്ലേ, ഈ സ്വീറ്റ്സും അല്ലെങ്കിൽ മധുരമുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് വിൽക്കാനായിട്ട്, അവരെയാണ് ഈ ഫേരിവാലി, ഇതൊക്കെ വിറ്റ് നടക്കുന്ന ആളുകളെയാണ് ഈ ഫേരിവാലി എന്ന് പറയുന്നത്. ഏക് അന്ധേരി സി ഗലി മേ 6-7 ഗദോं की खुर्रों की टापों की आवाज़. പിന്നെ ഒരു സ്ട്രീറ്റാണ്, അവിടെ ഒരു 6-7 കഴുതകൾ, ഗദ എന്ന് പറഞ്ഞാൽ കഴുതകൾ, അവരുടെ ഖുർറോം കി ടാപ്പോം കി ആവാസ് എന്ന് പറഞ്ഞാൽ അവരുടെ കാലിൻ്റെ അടിയിലത്തെ ഒരു ശബ്ദത്തെയാണ്. അത് ഈ ഭൂമിയിൽ തട്ടുമ്പം വരുന്ന ഒരു ശബ്ദമാണിത്. ഉൻകെ പീछे ചൽത്താ ഏക് ബദൻ ഉഖാടെ കുമാർ. അവരുടെ പിന്നാലെ അവർ മേച്ച് നടക്കുന്ന ഒരാളെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഇസി ദൃശ്യക്ക് ബീച്ച് സെ ഗുസർത്തെ ഹുए ദോ സ്കൂളി ബच्चे ബേല ഓർ സാഹിൽ. അപ്പോൾ ഇതാ അവിടുത്തെ ആ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു ദൃശ്യമാണ് ഇവിടെ നമ്മുടെ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത്. ആ ദൃശ്യത്തിൻ്റെ ഇടയിൽ നിന്ന് കടന്നു പോകുന്ന 2 കുട്ടികളാണ് ഈ ബേലയും സാഹിൽ. ഉൻ ദിനോ പെൻ മേ 5 पैसे में നീലി സ്യാഹി ഭരി ജാതി थी. ആ കാലത്തൊക്കെ എങ്ങനെയാണ്? നമ്മുടെ പേനയിൽ ഈ നീലമഷിയൊക്കെ 5 പൈസ കൊടുത്താൽ നമ്മൾക്ക് നിറയ്ക്കാൻ കഴിയുമായിരുന്നു. സ്റ്റേഷനറി കി ദുകാൻ വാലെ ഡ്രോപ്പർ സെ പെൻ മേ സ്യാഹി ഭർത്തെ थे. സ്റ്റേഷനറിയിലത്തെ ആ കടക്കാരൻ എങ്ങനെയാണ്? ഡ്രോപ്പർ വെച്ചിട്ടാണ് ആ പെന്നിൽ എപ്പോഴും അവർ മഷി നിറച്ചിരുന്നത്.
पेन में कुछ स्याही बची थी, उसे സാഹിൽ ने जमीन पर छिड़क दिया. അപ്പോൾ ആ പെന്നിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു. സാഹിൽ എന്താ ചെയ്തത്? ആ മഷി കുടഞ്ഞ് ഭൂമിയിലേക്ക് ഇട്ട് കളഞ്ഞു. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. ആ പെന്നിൽ പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കടയിലേക്ക് എത്തി. एक पेन स्याही भर दो. साहिल से पहले ही बेला ने दुकान वाले से कहा. ഒരു പെന്നിൽ മഷി നിറയ്ക്കാൻ പറയും. ആരെ? സാഹിലിനേക്കാൾ മുമ്പ് ബേല തന്നെ കടക്കാരനോട് പറയും. ബേട്ട സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ. അപ്പോൾ കടക്കാരൻ എന്താ തിരിച്ചു പറയാ? കുട്ട മോനെ, ഇപ്പോൾ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ, എൻ്റെ ഇങ്ക് ഇപ്പം ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അബ് തോ കൽ ഹി മിൽ പായേഗി. ഇനി നാളെ എനിക്ക് തരാൻ കഴിയും. ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി थी ഉസേ ഭി ജമീൻ പർ छिड़क दिया. ബേല ബോലി. അപ്പോൾ ബേല എന്താ പറയുന്നത്? പക്ഷേ ഇവൻ എന്താ ചെയ്ത്? ഇവൻ അതിൽ നമ്മുടെ പെന്നിൽ എത്ര മഷി ഉണ്ടായിരുന്നു അതൊക്കെ താഴേക്ക് കുടഞ്ഞ് കളഞ്ഞു എന്നാണ് ബേല കടക്കാരനോട് പറയുന്നത്. ബാദൽ കോ ദേക്കർ ഘടേ കോ നെഹി ധുലാന ചാഹിയെ. ഇതൊരു പഴഞ്ചൊല്ലാണ് ശരിക്കും. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മഴക്കോള് കണ്ടിട്ട് കുടം മറയ്ക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്താ ചെയ്ത് സാഹിൽ? അത് കിട്ടുന്നതിനു മുമ്പ് സിയാഹി അതിൽ ഇങ്ക് നിറയ്ക്കുന്നതിനേക്കാൾ മുമ്പ് ആ ഉള്ള ഇങ്കൊക്കെ കുടഞ്ഞു. അവിടുന്ന് കിട്ടും ചെയ്തില്ല. അപ്പോൾ കയ്യിലുള്ളതും കൂടി പോയി, അവിടുന്ന് കിട്ടാനുള്ളതും കിട്ടിയില്ല. അങ്ങനെയാണ്. അപ്പോൾ മഴ വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉള്ള കുടത്തിലുള്ള വെള്ളം കളഞ്ഞാൽ എന്താവും? മഴയും പെയ്തില്ല, ഉള്ള വെള്ളവും പോയി. നമ്മളങ്ങനെ ഊഹിച്ചിട്ട് ഒരു കാര്യം ചെയ്യരുത് എന്നാണ് ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്. ദുക്കാൻ വാലി ഭയ്യാനെ കഹ ഓർ പൂച്ച കോൺസി മേ പഠിത്തേ ഹോ. അപ്പോൾ അവിടുത്തെ ഷോപ്പ് കീപ്പർ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് എന്ന്. പിന്നെ എന്താ ചോദിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ച്വി മേ. സാഹിൽ ने ऐसे बुरे मन से बताया जैसे पांचवी में पढ़ना पाप हो. അപ്പോൾ അതിന് സാഹിലാണ് ഉത്തരം പറയാ. 5ാം ക്ലാസ്സിലെ ഒരു വല്ലാത്തൊരു മൂഡിലാണ് ആ കുട്ടി പറയുന്നത്. മനസ്സ് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വലിയൊരു പാപം ചെയ്യുന്ന പോലെയാണ് അവൻ്റെ സംസാരത്തിൽ നമുക്ക് തോന്നുക. ദോനോ ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. രണ്ടുപേരും അങ്ങനെ ആ കടക്കാരൻ ചോദിക്കും. ഹാ ദോനോ और हम दोनों का सेक्शन भी एक ही है ए. രണ്ടുപേരും സെയിം ക്ലാസ്സിലാണ്. നമ്മുടെ രണ്ടാളുടെയും സെക്ഷനും സെയിം ആണ്, എ സെക്ഷൻ. बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात है. അപ്പോൾ ബേല അതിനുള്ളൊരു ഉത്തരം എന്തൊരു സന്തോഷത്തിലാണ് പറയുന്നത്? വലിയൊരു കാര്യം പറയുന്ന പോലെയാണ് ബേല ഉത്തരം കൊടുക്കുന്നത്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബാഠ്തേ थे. ക്ലാസ്സിൽ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേ കാം കർത്തേ थे. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് എന്തെങ്കിലും കോപ്പിയിൽ എഴുതുന്നുണ്ടെങ്കിൽ രണ്ടാളും ഒരുമിച്ചിട്ടാണ് എഴുതുക. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. ഒരാൾ ബുക്ക് വായിക്കുന്നുണ്ടെങ്കിൽ മറ്റാളും അതേ ചെയ്യും. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ. അതെന്താണ്? സെയിം ചാപ്റ്റർ, ബുക്ക് സെയിം അല്ല, പക്ഷെ പഠിക്കുന്നതും രണ്ടാളും സെയിം തന്നെയാവും പഠിക്കുന്നുണ്ടാവുക. സാഹിൽ ചമക് ഉഠി സൻ 57 में वह तलवार पुरानी थी पढ़ता तो बेला भी ചമക് ഉഠി സൻ 57 में वह तलवार पुरानी थी पढ़ती थी. അപ്പോൾ സാഹിൽ ഏതെങ്കിലും ഒരു ലൈൻ വായിക്കുന്നുണ്ടെങ്കിൽ ബേലയും ആ ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കും. ബേല കഹത്തി ബഹൻ ജി പാനി പീനെ ചലി ജാവും. ഇനി ബേല ചോദിക്കും, അവിടെ ഇരിക്കുന്ന മിസ്സോ ടീച്ചർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്ന് വെള്ളം പോയി കുടിച്ചോട്ടെ എന്ന് ചോദിക്കും. സാഹിൽ ബി കഹത്ത ബഹൻ ജി പാനി പീനെ ചലാ ജാവും. അപ്പോൾ ബേല വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സാഹിലും പിന്നാലെ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഞാനും വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന് ചോദിച്ച് സാഹിലും പിന്നാലെ തന്നെ പോകും. गणित के मास्टर सुरेंद्र जी का पीरियड खेल घंटी के बाद आता था. അപ്പോൾ മാത്സ് ടീച്ചർ സുരേന്ദർ സാറാണ്. ആ സാറിൻ്റെ പീരീഡ് എപ്പോഴാണ്? ഖേൽ ഘണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിംസ് പീരീഡ് ഉണ്ടാവില്ലേ, കളിക്കാനുള്ള ഒരു പീരീഡ്. ആ പീരീഡ് കഴിഞ്ഞിട്ടാണ് ഈ മാത്സ് പീരീഡ് വരുന്നത്. बच्चे उनसे कांपते थे और खेल घंटी बंद होने से 2 मिनट पहले ही अपनी जगहों पर आकर बैठ जाते थे. അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ്? കുട്ടികൾക്ക് വളരെയധികം പേടിയായിരുന്നു ഈ മാത്സ് ടീച്ചറിനെ. അപ്പോൾ ആ പീരീഡ്, അവരുടെ ഗെയിംസ് പീരീഡ് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് മുമ്പ് തന്നെ അവർ എന്താ ചെയ്യുക? വന്നിട്ട് അവരുടെ സീറ്റിൽ വന്ന് ഇരിക്കും. സുരേന്ദർ ജി മാറ്റ് സാബ് ഇസി പീരിയഡ് മേ कॉपी जांचते थे.
അപ്പോൾ മാത്സിൻ്റെ ടീച്ചർ സുരേന്ദർജി മാത്സ് സാപ്പ് ഈ പീരീഡിൽ തന്നെയാണ് കോപ്പിയൊക്കെ ചെക്ക് ചെയ്ത് തരുന്നത്. ജറാസി ഗൽത്തി പർ ബച്ചോ കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തെ थे. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കണ്ടാൽ പോലും കുട്ടികളെ അവിടെ ഇവിടെയും തള്ളുക. ഫേങ്ക്ന എന്ന് പറഞ്ഞാൽ എറിയുകയാണ്, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് തള്ളുക. എന്തെങ്കിലും തെറ്റ് കണ്ടാൽ കുട്ടികളെ പിടിച്ച് തള്ളും. യാ ഝാപ്പട് മാർത്തേ थे, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിക്കൊക്കെ അടിക്കില്ലേ എന്ന് പറഞ്ഞാൽ അടിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ റുക്ന ഭൂൽ ജാത്താ था. അവർ അടിക്കാൻ തുടങ്ങിയ പിന്നെ കൈകൾ നിൽക്കില്ല, അത് മറന്ന പോലെ പിന്നെ അങ്ങനെ കണ്ടിന്യൂസ്ലി അടിച്ചുകൊണ്ടിരിക്കും. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पंजा फंसाया. ഒരു ദിവസം എന്താണ് സുരേന്ദർ ജി മാട്ട് സാഹബ് ചെയ്തത്? ബേലയുടെ മുടികളാണ് പിടിച്ചത്. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. പക്ഷേ ഏതൊരു തെറ്റിന് വേണ്ടിയിട്ടായിരുന്നു ബേലയുടെ മുടി പിടിച്ചിട്ട് അവളെ തള്ളാൻ പോകുന്നുണ്ടായിരുന്നു, അത് ശരിക്കും ഒരു തെറ്റായിരുന്നില്ല. ഉൻഹോനെ ബേല കോ ഛോഡ് ദിയ. അപ്പം അതുകൊണ്ട് എന്താണ് ചെയ്ത് ബേലയെ മാത്സിൻ്റെ സാർ വിട്ടു, ഒന്നും ചെയ്തില്ല. ബേല കെ ഭയഭീത് ചെഹരെ കോ ദേഖർ സാഹിൽ ബുരി തരഹ ഡർ ഗയാ था. അപ്പോൾ ബേലയുടെ മുഖം കണ്ടിട്ട് ആകെ പേടിച്ച് വരണ്ടിരിക്കുന്ന മുഖം കണ്ടപ്പം സാഹിലും വളരെയധികം പേടിച്ചു പോയി. ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അഭി ഭി കാംപ് രഹേ ഹൈ. അപ്പോൾ സാഹിൽ എന്താ കാണുന്നത്? ബേലയുടെ കാലുകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജൈസെ വ ഖടെ ഖടെ അഭി ഗിർ ജായേഗി. എങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു? ഇപ്പം തന്നെ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ വീണു പോകും എന്നാണ് തോന്നുന്നുണ്ടായിരുന്നത്. सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा बैठ अपनी जगह पर. സുരേന്ദർ ജി മാട്ട് സാഹബ് എന്താ, അവൾ ഇരിക്കുന്ന സ്ഥലത്ത് ആ പുസ്തകം വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവളോട് എന്താ പറഞ്ഞത്? നീ നിന്റെ സ്ഥലത്ത് വന്ന് ഇരിക്കുക. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. അപ്പോൾ ബേല എന്താ ഭയങ്കരമായിട്ട് അവൾക്ക് ഭയങ്കര അപ്സെറ്റായി, വളരെയധികം വിഷമം തോന്നി. മാട്ട് സാഹബ് ചാഹെ മുझे പീറ്റ് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നെഹി. എന്താണ് ബേലയുടെ മനസ്സിലിരുന്നുണ്ടായിരുന്നത്? മാട്ട് സാഹബ് എന്നെ അടിച്ചാലും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ സാഹിൽ മുന്നിൽ അത് വേണ്ടായിരുന്നു. വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മെഹസൂസ് കർ രഹി थी. അപ്പോൾ സാഹിലിന് മുമ്പിൽ വളരെയധികം ഒരു എന്താ പറയുക, ഇൻസൾട്ടായിട്ടൊരു ഫീലിംഗ് ആണ് വന്നത് ബേലയ്ക്ക്. ക്യോങ്കി വഹ് ജാൻതി थी कि वह साहिल की नज़र में बहुत अच्छी थी. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? കാരണം അവൾക്കറിയാം സാഹിലിൻ്റെ കണ്ണുകളിൽ അവൾക്ക് ഭയങ്കര അധികം വാല്യൂ ഉണ്ടായിരുന്നു. അവളെ നല്ലൊരു പെൺകുട്ടിയായിട്ടാണ് സാഹിൽ കണക്കാക്കിയിരുന്നത്. जब वह उसके पास आकर बैठी उससे नज़र नहीं मिला पाई. അപ്പോൾ അവൾ സാഹിലിൻ്റെ അടുത്തേക്ക് വന്നിരുന്നപ്പോൾ അവൾക്ക് ഫേസ് ചെയ്യാൻ പറ്റിയില്ല. സാഹിലിനെ ശരിക്കും വന്നിട്ട് മുഖത്ത് നോക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. ദീപാവലിയുടെ വെക്കേഷൻ, ആ ചുട്ടി ലീവ് കഴിഞ്ഞതിന് ശേഷം സ്കൂൾ തുറന്നപ്പം എന്തായിരുന്നു? ബേലയുടെ തലയിൽ ഒരു വെള്ള ബാൻഡേജ് പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. कोई उसे होय 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 सफ़ेदी पट्टी कह रहा था, तो कोई സുൽത്താന ഡാക്കു, तो कोई कुछ और कहकर ചിടാ रहा था. അപ്പം എല്ലാവരും അവൾ അങ്ങനെ കണ്ടപ്പോൾ എന്താ കളിയാക്കുമായിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്? ചിലർ പറയും ഹോയ് 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 സഫേദ് പട്ടി, വെള്ള ബാൻഡേജ് കെട്ടിയപ്പോൾ വെള്ള ബാൻഡേജ് എന്നുള്ളൊരു പേരിൽ പറയുന്നു. ചിലർ പറയുന്നു സുൽത്താന ഡാക്കു, ഡാക്കു എന്ന് പറഞ്ഞാൽ കള്ളനാണ്. അപ്പോൾ കള്ളൻ്റെ ഒരു പേര്, ഈ സുൽത്താന എന്ന് പറഞ്ഞൊരു കള്ളനാണ്. അപ്പോൾ സുൽത്താന ഡാക്കു എന്ന പേരിൽ പറയുന്നു. അങ്ങനെ ഓരോരോ പേരും വിളിച്ചിട്ട് അവളെ കളിയാക്കുകയായിരുന്നു. ये क्या हो गया बेला? സാഹിൽ ने परेशान होते हुए पूछा. അപ്പോൾ സാഹിൽ ആകെ അത് കണ്ടപ്പോൾ ആകെ വിഷമായി. അപ്പോൾ എന്താ ചോദിക്കുന്നത്? ഇതെന്ത് സംഭവിച്ചു ബേല? ഛത് സെ ഗിർ ഗയി ബേല ने हंसते हुए कहा. അപ്പോൾ ബേല എന്താ തിരിച്ചു പറയുന്നത്? ചിരിച്ചുകൊണ്ട് എന്താ പറയുന്നത്? ടെറസിൽ നിന്ന് വീണതാണ്. और कहा बहुत दिन हो गए आज खेल घंटी में गांधी चौक में लंगड़ी टांग खेलेंगे. എന്താണ് ബേല പറയുക? കുറേ ദിവസങ്ങളായി, ഇന്ന് നമുക്ക് ഗെയിം സ്പിരിറ്റിൽ ഗാന്ധി ചോക്കിൽ പോയിട്ട് ലംഗടി ടാങ് കളിക്കാം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചം കുത്തി കളിക്കലാണ്. നെഹി ഖേലെങ്കെ തേരെ സർ മേ ഫിർ സെ ലഗ് ജായി തോ. അപ്പോൾ എന്താണ് തിരിച്ച് സാഹിൽ പറയാം? ഇല്ലല്ല, തീരെയും കളിക്കില്ല, നിന്റെ തലയിൽ പിന്നും കൊണ്ടാലോ എന്താ ചെയ്യുക? നെഹി ലഗേഗി ബേലാനെ ജിദ് കി. ബേല വാശി പിടിച്ചു. ഇല്ല, കൊള്ളില്ല. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेल घंटी लंगड़ी टांग खेले. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ അവർ അവിടെ പോയിട്ട് ആ ഗെയിം സ്പിരിറ്റിൽ കൊച്ചംകുത്തി കളിച്ചു.
इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ और अधिक मुस्कुरा रहे हैं. അപ്പോൾ ഈ കുട്ടികളൊക്കെ കളിക്കുമ്പം അവിടെ ഒരു ഗാന്ധിജിയുടെ ഒരു മൂർത്തി ഉണ്ട്. ആ ഗാന്ധിജിയുടെ മൂർത്തി കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? എല്ലാ സമയവും ആ ഒരു മുഖത്തൊരു പ്രസാദം അല്ലെങ്കിൽ പ്രസന്നത കാണുന്നേക്കാൾ കൂടുതൽ ഒരു പ്രസന്നതയാണ് നമ്മൾക്ക് ആ ഗാന്ധിജിയുടെ മൂർത്തിയിൽ കാണാൻ പറ്റുന്നത്. കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ട് ആ ഒരു സന്തോഷം നമ്മൾക്ക് ഗാന്ധിജിയുടെ മുഖത്ത് കാണാൻ കഴിയുന്നു എന്നാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. രവിവാർ കാ ദിൻ ഥാ, സൺഡേ ആയിരുന്നു. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. അപ്പോൾ എന്താ ചെയ്തിരുന്നു? ആ ഒരു വേപ്പിൻ്റെ മരത്തിൽ കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ശാഖ പിടിച്ചിങ്ങനെ ആടുകയായിരുന്നു സാഹിൽ. വ ഏക് സ്റ്റൂൾ പർ ചढ़कर झूलता था. ഒരു സ്റ്റൂളിൽ കയറിയിട്ടാണ് അതിലിങ്ങനെ ആടിയിരുന്നത്. അച്ചാനക് ടൂटे സ്റ്റൂൾ की एक कील साहिल की पिंडली മേ ലഗ് ഗൈ. അപ്പം ആ സ്റ്റൂൾ എന്താ പൊട്ടിയിരിക്കുന്ന സ്റ്റൂളായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്നൊരു ആണി സാഹിലിൻ്റെ എവിടെയാണ് തട്ടുന്നത്? നമ്മുടെ മുട്ടൊക്കെ ഇല്ലേ, മുട്ടിൻ്റെ പിൻഭാഗത്ത് ആ ഒരു ഫ്ലഷില്ലേ താഴേക്ക്, മുട്ടിൻ്റെ താഴെ ബാക്ക് സൈഡിൽ അവിടെയാണ്, അതിനാണ് ഈ പിണ്ടലി എന്ന് പറയുന്നത്. അവിടെയാണ് ഇത് കയറിയത്, തുളഞ്ഞു കയറിയത്. 1 ഇഞ്ച് ഗഹര ഹോ ഗയാ. എത്ര? 1 ഇഞ്ചിനോളം അത് തുളഞ്ഞു കയറിയിരുന്നു. ഉസേ സർക്കാരി അസ്പതാൽ മേ പട്ടി ബന്ധവാനെ കെ ലിയേ ലേ ജായ ഗയ. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്തിനാണ്? അവിടെ ബാൻഡേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. ഉസ്നെ ദേഖാ കി 2 ലോഗോं को छोड़कर आगे ബേല ഖടി ഹൈ. അപ്പോൾ എന്താണ് സാഹിൽ കാണുന്നത്? 2 ആൾക്കാരെ വിട്ട് മുന്നിൽ ആരാ നിൽക്കുന്നത്? ബേല നിൽക്കുന്നുണ്ടായിരുന്നു. സർ മേ പട്ടി ബന്ധവാനെ ആയേ. തലയിൽ ബാൻഡേജ്, ഡ്രസ്സിങ് പിന്നെയും ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते. അപ്പോൾ സ്കൂളിലേക്ക് വരുന്ന പോകുന്ന വഴികളിലും അല്ലെങ്കിൽ ക്ലാസ്സിലും കുറേ ദിവസങ്ങളിൽ ഈ 2 കുട്ടികളെ കാണാൻ കഴിയുമായിരുന്നു. എങ്ങനെയായിരുന്നു അവരുടെ രണ്ടാളുടെയും സിറ്റുവേഷൻ? रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक के पिंडली में. എങ്ങനെയായിരുന്നു രണ്ടാളുടെ അവസ്ഥ? ഒരാളുടെ തലയിൽ ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു, ഒരാളുടെ കാലിൻ്റെ പിൻഭാഗത്തായിട്ട് ആ ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു. സഫേദ് പട്ടി വാലെ യെ ദോനോ കഹീ പർ ഭി സാത്ത് ഹി ദിക്കായി ദേത്തെ. ഈ വെള്ള ബാൻഡേജ് കെട്ടിയ 2 പേരും എവിടെയായാലും രണ്ടാളും ഒരുമിച്ചേ കാണാൻ കഴിയൂ. 5वीं कक्षा का रिजल्ट आ गया. 5th ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. ദോനോ ഛട്ടി മേ ആ ഗए. രണ്ടാളും 6th ക്ലാസ്സിലേക്ക് പാസ്സായി. യേ സ്കൂൾ 5वीं तक ही था. പക്ഷെ എന്താണ്, ഈ സ്കൂൾ 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ അബ് തും കഹാ പഠോഗി, ബേലാനെ പൂച്ച. അപ്പോൾ ബേല എന്താണ് സാഹിലിനോട് ചോദിക്കുന്നത്? സാഹിൽ, നിന്നെ എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? ഓർ തും കഹാ പഠോഗി ബേല, സാഹിലിനെ പൂച്ച. സാഹിൽ തിരിച്ചെന്താ ചോദിക്കുന്നത്? നീ എവിടെയാണ് ബേല പഠിക്കാൻ പോകുന്നത്? മേരെ പാപ്പ കഹ രഹേ थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम. അപ്പോൾ ബേല പറയാം, എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു എന്നെ രാജകീയ കന്യ ഗേൾസ് സ്കൂളാണത്, അവിടെ എന്നെ പഠിപ്പിക്കും. നീ എവിടെയാണ് പോണ്? മുझे അഗലെ സാൽ അജ്മീർ ഭേജ് ദേങ്കെ. എന്നെ അടുത്ത കൊല്ലം അജ്മീറിലേക്ക് അയക്കുകയാണ്. വഹാ എക് ഹോസ്റ്റൽ ഹെ, ഘർ സെ ദൂർ, വഹാ അക്കേല രഹൂങ്ക. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ദൂരെ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കാൻ പോകുന്നത്. ക്യൂ സാഹിൽ? അപ്പോൾ ബേല ചോദിക്കുക, എന്താണ് സാഹിൽ? പത്താ നഹി ക്യൂ. അപ്പോൾ സാഹിൽ പറയും, എനിക്കറിയില്ല. तो यानी कि अब तुम फुलेरी में ही नहीं रहोगे. അപ്പം ബേലയ്ക്ക് ഒരു സങ്കടമായി, അത് ഇനി ഉണ്ടാവില്ലല്ലോ. അപ്പം നീ ഫുലേരിയിലേ കാണില്ലേ, എനിക്ക് നിന്നെ കാണാൻ കഴിയില്ലേ? നെഹി തുമ്ഹാര റിപ്പോർട്ട് കാർഡ് ദിഖാന. അപ്പോൾ സാഹിൽ പറയും, ഇല്ല, എനിക്ക് നിൻ്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിക്കുമോ? സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ ഓർ ബേല സാഹിൽ കാ. അപ്പോൾ സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കുമായിരുന്നു, ബേല സാഹിലിൻ്റെ റിപ്പോർട്ട് കാർഡും നോക്കുന്നുണ്ടായിരുന്നു. ആജ് ആഖിരി ബാർ വേ ഏക് ദൂസരെ കി കോയി ചീസ് കോ ഛൂ കർ ദേഖ് രഹേ थे. അപ്പോൾ ഇന്ന് അവസാനത്തെ ദിവസമാണ്, അവസാനമായിട്ടാണ് രണ്ടുപേരും അവരുടെ സാഹിൽ ബേലയുടെയും ബേല സാഹിലിൻ്റെയും എന്തെങ്കിലും സാധനം തൊടുന്നുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞാൽ രണ്ടുപേരും ഇനി വേറെ വേറെ ആകാനാണ് പോകുന്നുണ്ടായിരുന്നത്. തുമ്ഹാരി ആँख में आंसू क्यों आ रहे हैं ബേല. അപ്പോൾ സാഹിൽ നോക്കുമ്പോൾ എന്താണ്, ബേലയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ സാഹിൽ ചോദിക്കും, നിൻ്റെ കണ്ണിൽ നിന്ന് എന്താണ് ഇങ്ങനെ കണ്ണുനീർ വരുന്നത് ബേല?
मुझे क्या पता, बेला ने डबडबाई आँखों से हंसते हुए कहा. അപ്പോൾ എന്താ പറയുന്നത്, എനിക്ക് എന്തറിയാം. ബീല ചിരിച്ചുകൊണ്ട് ആ നിറഞ്ഞ കണ്ണുകളായിട്ട്, നമ്മൾ കണ്ണെന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോകില്ലേ, ആ കണ്ണുകളുമായിട്ട് നിറഞ്ഞ കണ്ണുനീര് നിറഞ്ഞ കണ്ണുമായിട്ട് ചിരിച്ചുകൊണ്ട് പറയും. സാഹിൽ की आंखें बीर बहूटी की तरह लाल होने लगी थी. സാഹിലിൻ്റെ കണ്ണുകളും ബീർ ബഹൂട്ടികളെ പോലെ ചുവന്നു തുടങ്ങിയിരുന്നു. ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഈ മഴക്കാലത്ത് കാണുന്ന ചെറിയൊരു ചുവപ്പ് കളറുള്ളൊരു പ്രാണിയാണ് ഈ ബീർ ബഹൂട്ടി. അപ്പം അങ്ങനെ തന്നെ കണ്ണുകൾ ചുവന്നിരിക്കുകയായിരുന്നു. और उनमें बारिश की बूंदों सा पानी भर गया था. മഴത്തുള്ളികൾ പോലെ തന്നെ കണ്ണുകൾ സാഹിലിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. പറഞ്ഞാൽ സാഹിലിന് നല്ല വിഷമം ഉണ്ടായിരുന്നു, ഇനി കാണാൻ പോകുന്നില്ലല്ലോ, ആ ഒരു സങ്കടമായിരുന്നു സാഹിലിൻ്റെ മുഖത്തും. ബേല कहने लगी, मैं चिढ़ाऊं अब तुम्हें. അപ്പോൾ ബേല എന്താ പറഞ്ഞു, ഇനി ഞാൻ നിന്നെ കളിയാക്കട്ടെ. റോനി സൂരത് സാഹിൽ, റോനി സൂരത് സാഹിൽ, കരയുന്ന മുഖമായിട്ട് നിൽക്കുന്ന സാഹിൽ എന്ന് പറഞ്ഞിട്ട് ഞാനും നിന്നെ കളിയാക്കട്ടെ. ബാരിഷ് ആനെ മേ 1.5 മഹീന ബാക്കി था. അപ്പോൾ മഴക്കാലമായിരുന്നില്ല, ഇനി മഴക്കാലം വരാൻ 1.5 മാസവും ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ യെ ബാരിഷ് സെ പെഹലെ കി ബാരിഷ് കാ ഏക് ദിൻ था. പക്ഷേ ഈ ഒരു ദിവസം, മഴ വരണേറ്റും 1.5 മാസം മുമ്പ് ഒരു മഴ ദിവസമായിരുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്, രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. ആസ്മാൻ മേ ഘട്ടായി ഗിരി थी. മഴക്കാലത്ത് പോലെ തന്നെ നമ്മുടെ ആകാശത്തൊക്കെ നല്ല മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ധൂൽ ഭരി തേസ് ഹവായും ചൽ റഹി थी. നല്ല ഡസ്റ്റോട് കൂടിയിട്ട് ഭയങ്കര എന്തായിരുന്നു, നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു. പാനി ബറസ് റഹാ था. മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഫുലേര കസ്ബേക്ക് ബാദൽ ഛായി എക് ഗലിമേ. അപ്പോൾ ഫുലേര ആ ചെറിയൊരു ഗ്രാമത്തിലെ അവിടെ ഈ മേഘങ്ങൾ നിറഞ്ഞ ആ ഒരു ചെറിയ സ്ട്രീറ്റിൽ 5वीं से 6वीं में चली गई एक लड़की जा रही थी. 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പോയ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു. ഉസ്കെ ഭൂരെ ബാൽ ബീർ ബഹൂട്ടിയോं के रंग के लाल रिबन से बंधे थे. അപ്പോൾ ആ കുട്ടിയുടെ മുടി എങ്ങനെയാണ്, ബീർ ബഹൂട്ടിയുടെ നിറമുള്ള ലാൽ ചുവന്ന റിബൺ കൊണ്ടാണ് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത്. ദൂസരി ദിശാക്കോ ജാത്തി എക് ഗലി മേ 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था. ഇനി മറ്റേ ദിശയിലേക്ക് ഒരു സ്ട്രീറ്റിലേക്ക് പോകുകയാണ്. ആരാണ്, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ 11 വയസ്സായുള്ള ഒരു ആൺകുട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. इसकी पिंडली में बीर बहूटी के रंग का सा 1 इंच लंबा छोट का निशान है. ആ കുട്ടിയുടെ കാൽഭാഗത്ത്, ആ പിന്നിൽ എന്താണ്, ബീർ ബഹൂട്ടിയുടെ നിറമുള്ള ഒരു ഇഞ്ചിൻ ആഴത്തിലുള്ള ഒരു മുറിവാണ്. മുറിവിൻ്റെ നമുക്ക് അടയാളം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവസാനം എന്തായി, രണ്ടുപേരും 2 ദിശയിലേക്ക് പോകുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാൻ ക്വയറി റിവ്യൂ ചെയ്തിട്ട് അതിനുള്ള റിപ്ലൈ തരുന്നതാകും. അടുത്ത സെഷനിൽ നമ്മൾക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസും കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.